ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മേടമാസം 12-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 25-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 39 നാഴിക രേവതിയും ബാക്കി അശ്വതിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ 2017ഓളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തന്നുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം വീശി കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഒരുപാട് ജ്യോതിഷ മേഖലയെക്കുറിച്ച് തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു വരുന്നതുമായ നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട കുടമാളൂർ ശർമാജി, എൻ്റെ പേര് അഭിജിത്ത് ആർ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് എഴുതുന്നത്. ദേവാമൃതം ഗംഭീരമാകുന്നുണ്ട്. നന്ദി. പ്രേക്ഷകരുടെ പ്രശ്നപരിഹാരത്തിന് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഈ പ്രോഗ്രാമിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാനൊരു ബിടെക് ബിരുദധാരിയാണ്. ബിരുദത്തിന് ശേഷം ഞാൻ ഒരു സർക്കാർ ITIയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി ജോലി നോക്കി വരികയാണ്. അതിനോടൊപ്പം തന്നെ ധാരാളം കേന്ദ്ര സംസ്ഥാന മത്സര പരീക്ഷകളും എഴുതുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്നെ വേട്ടയാടുന്നത് പോലെ തോന്നുകയാണ്. ഈശ്വരവിശ്വാസം തന്നെയുള്ള എനിക്ക് ഈശ്വര കടാക്ഷം വളരെ കുറവാണ്. പല അവസരങ്ങളിലും അർഹതപ്പെട്ടവ നേരിയ വ്യത്യാസത്തിൽ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. എന്നാൽ മനസ്സിൽ പോലും വിചാരിക്കാത്തവ വന്നു ചേരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അർഹതപ്പെട്ടവ കിട്ടാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് തെളിവായി പല അനുഭവങ്ങളും എനിക്ക് പറയാനുമുണ്ട്. അർഹതപ്പെട്ടവ കിട്ടുന്നതിനായി കിട്ടില്ല എന്ന് വിചാരിച്ച് നടന്നു നോക്കി. പക്ഷേ ഞാൻ 100% റിസൾട്ട് പ്രതീക്ഷിക്കുന്നവയെ മറിച്ച് ചിന്തിക്കാനാവുന്നുമില്ല. ശർമാജി, എന്താണ് ഇതിനൊരു പരിഹാരം? ഈശ്വര കടാക്ഷത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിശദമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഗ്രഹനിലയും ജനന വിവരങ്ങളും കൂടെ ചേർക്കുന്നു എന്ന വിശ്വസ്തയോടെ അഭിജിത്ത് ആർ. ഈ പ്രസ്തുത ഗ്രഹനിലയുടെ നവാംശകത്തിൽ, അതായത് നവം എന്ന് പറഞ്ഞ 9 ഭാഗിച്ചതിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കൂടെ രാഹുകേതുക്കളോ അതിൻ്റെ നിവൃത്തി സ്ഥാനങ്ങളിൽ രാഹുകേതുക്കളോ നിന്നാൽ അതിനെ അംശകാലസർപ്പം എന്നും നവാംശക കാലസർപ്പം എന്നും 45 വയസ്സിന് ശേഷം അനുഭവത്തിലെത്തുന്ന കാലസർപ്പദോഷവും ആണ് അതിൻ്റെ ചുരുക്കമുള്ള ഫലം. അതിൽ ലഗ്നാലാണെങ്കിൽ 30 വയസ്സ് വരെയും, ചന്ദ്രനാണെങ്കിൽ 30 മുതൽ 50 വയസ്സ് വരെയും, ശുക്രനാണെങ്കിൽ 50 മുതൽ 80 വയസ്സ് വരെയുമുള്ള കാലഘട്ടത്തിലായിരിക്കും ഇവയുടെ ഗ്രഹണം നമുക്ക് അനുഭവത്തിൽ വരുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് ഗ്രഹനിലയിൽ തന്നെ ലഗ്നത്തിൽ രാഹുവും നിവൃത്തി സ്ഥാനത്ത് ഖേതുവുമാണ് നിൽക്കുന്നത്. ഇങ്ങനെയും അനവധി ആളുകളുണ്ട്. മറ്റുള്ള പല യോഗഫലങ്ങളുടെയും ഫലം ലഭിക്കാതെ വരികയും അതുപോലെ തന്നെ പല രാജ്യയോഗങ്ങൾ പോലെയുള്ള യോഗഫലങ്ങളുടെ ശക്തി കിട്ടാതെ വരികയും പ്രതീക്ഷിക്കുന്നതിനും കഷ്ടപ്പെടുന്നതിനും അർഹതയ്ക്കും യോഗ്യതയ്ക്കും അടിസ്ഥാനപരമായ അഭിവൃദ്ധി, മേൽഗതി, ഐശ്വര്യം, ഉന്നമനം, ഉയർച്ച, വളർച്ച, സമ്പാദ്യാദികൾ, ലക്ഷ്യപ്രാപ്തി, മനസ്സിൻ്റെ മോഹങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് തടസ്സം, തർക്കം, കാലതാമസം, അനുഭവക്കുറവ് എന്നിവ ലഭിക്കുന്നു. ചില ആളുകൾക്ക് പഠിത്തമനുസരിച്ച് അവരുടെ ഉദ്ദേശിക്കുന്ന സമയത്ത് പഠിത്തം പൂർത്തിയാക്കാൻ പറ്റാതെ വരിക, പഠിച്ചാൽ തന്നെ യഥാസമയത്ത് അതിന് തത്തുല്യമായ ജോലി കിട്ടാതെ വരിക, ജോലി കിട്ടിയാൽ തന്നെ അതിന് ശമ്പളത്തിന് തടസ്സം വരിക, അല്ലെങ്കിൽ അത് സ്ഥിരമാക്കുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ വരിക, അല്ലെ ആ ജോലി നഷ്ടപ്പെട്ടു പോകുക, കിട്ടി പക്ഷേ അനുഭവത്തിലില്ലാതെ വരിക, അതുപോലെ തന്നെ വിവാഹത്തിന് മനസ്സിന് ഇണങ്ങിയ പങ്കാളികളെ കിട്ടാതെ വരിക, കുറച്ചു കാലം കാത്തിരുന്നതിന് ശേഷം ഏതെങ്കിലും മതി എന്നുള്ള നിലയിൽ അവസാനം പെൺകുട്ടികളാണെങ്കിൽ ശിരസ് കാണിച്ചു കൊടുക്കുക, അല്ലെ പുരുഷന്മാരാണെങ്കിൽ വർണ്ണമാല്യം അണിയേണ്ടി വരിക, കിട്ടുന്നതിനെ കൊണ്ട് സംതൃപ്തമായി എന്നുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ഒത്തിരി ധാരാളം സമയമിരുന്ന് വിസ്തരിച്ച് പറയത്തക്ക രീതിയിലാണ് ലഗ്ന കാലസർപ്പം, ചന്ദ്രകാലസർപ്പം, ശുക്രകാലസർപ്പം, കാൽക്കാലസർപ്പം, അരക്കാലസർപ്പം, മുക്കാൽക്കാലസർപ്പം, അങ്ങനെ അനവധി കാലസർപ്പാദികൾ ഉണ്ട്. ഇതിനോട് കൂടി നമുക്ക് രാജയോഗങ്ങൾ പോലെയുള്ള ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗൗരവങ്ങൾ കിട്ടാതെ വരിക. അതായത് കാർമേഘപടലങ്ങളാൽ മൂടപ്പെട്ട സൂര്യരശ്മി പോലെ നമുക്ക് പ്രകാശം കിട്ടാതെ വരും. സൂര്യൻ നല്ല നിലയിൽ തന്നെ നിൽക്കുന്നു, കാർമേഘം കൊണ്ട് മൂടപ്പെട്ടു എന്ന് പറയുന്ന പോലെ അനവധി ആളുകളുണ്ട്.
ഇതിന് മഹാഭാഗ്യസുക്തം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഋഗ്വേദാദികളെ കൊണ്ടും ഒരു പരിധിവരെ ദോഷകാഠിന്യം മാറ്റാവുന്നതാണ്. അതിശക്തമായ മഴയ്ക്ക് കുട ചൂടിയാൽ മാറുകയില്ല എങ്കിലും ചെറിയ ചാറ്റമഴകളൊക്കെ കുട കൊണ്ട് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ വാഹനത്തിൽ കയറി മഴ നനയാതെ പോകാം എന്ന് പറയുന്ന പോലെ സ്വസ്തികം പത്മമിട്ട് 8 ദിവസം ഋഗ്വേദം എന്ന മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് പൂജാതി കർമ്മങ്ങളോ ഹോമവതികളോ യന്ത്രവതികളോ ധരിക്കുന്ന പക്ഷം ഇതിന് ഒരു പരിധിവരെ പരിഹാരങ്ങളായി. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.